ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു മീൻ വറുക്കുന്നതാണ്, ഫ്രൈ ആണ് കാണിക്കുന്നത്. ഇതൊരു ചീലാവ് മീനും സാധാരണ കൊഴിയള മീനുമാണിത്. ഇതിൽ കുറച്ചെടുത്ത് കറി വെക്കുന്നുണ്ട്, കുറച്ച് പൊരിക്കാനും എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാ മീനിൻ്റെയും ഒരുവിധമുള്ളതിൻ്റെ തോടെടുക്കും കേട്ടോ. നിങ്ങൾ തോലെടുക്കുമോ? ചീലാവിൻ്റെയൊക്കെ തോലെടുത്തപ്പോൾ കണ്ടോ അതിൻ്റെ കളറൊക്കെ ഇരിക്കുന്നത്. എനിക്കിങ്ങനെ ഇലയിൽ ശരിയാകത്തില്ല. അതിൽ നമുക്ക് ഒരു ചെറിയ സവാള ഞാൻ നീളത്തിനരിഞ്ഞ് ഇങ്ങനെ ഞെരടി അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ആദ്യം ഞാൻ ഉപ്പിൻ്റെ വെള്ളമാണ് ഒഴിച്ചത്. ഒരു തവിയിലൊഴിച്ച കണ്ടില്ലായിരുന്നു, ഉപ്പ് വെള്ളമാണ് ഇത്. ഒരു നാരങ്ങയുടെ പകുതി വലുതായിട്ടുള്ള മുറിയാണ് ഞാൻ എടുത്ത, ചെറുത് മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി നാരങ്ങയുടെ നീര്. ചിലപ്പോൾ ഞാൻ പുളി ചേർക്കാറുണ്ട്, എനിക്ക് പുളി ചേർക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഈ ഇരിക്കുന്ന മീനൊന്നും ഞാൻ കഴിക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് പുളി വേണ്ട, നാരങ്ങ നീര് മതി വിചാരിച്ചു. എല്ലാം കൂടെ നല്ലോണം തിരുമ്മി ഒരു 10 മിനിറ്റ് വയ്ക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് പ്യുവർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പ് ഇട്ട് മീൻ പറക്കി നമുക്ക് നിരത്തി വെച്ച് കൊടുക്കുക. കറിവേപ്പ് ഇട്ടാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ സ്മെല്ല് ഇതിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ മീൻ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. പിന്നെ നമുക്ക് ഇളക്കി എടുക്കാനും നല്ല എളുപ്പമാണ്. നിങ്ങൾ ഉള്ളി ഇടാത്തവരാരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ അമ്മയൊക്കെ പണ്ട് അരച്ച് ചേർക്കുമായിരുന്നു. ഞാനിപ്പോൾ അതിന് പകരം അരിഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഞെരടി ഇടത്തേ ഉള്ളൂ. അപ്പോൾ അതാകുമ്പോൾ അതിൻ്റെ പൊടിയൊന്നും അത്ര കരിഞ്ഞ് വരത്തില്ല. അരച്ച് ചേർക്കുന്നതിന് ഇച്ചിരി പൊടിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല, കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ല പകുതി ഭാഗം നല്ല മൂത്തിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കാൻ ശ്രമിച്ചു നോക്കുകയാണ്. ചൂടായതുകൊണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, കാരണം മറ്റേ പാൻ അല്ല ഇത്. അപ്പം എന്തായാലും ശ്രമം വിജയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മീനിവിടെ നല്ല പോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് പച്ചച്ചെന്നുള്ള കേട്ടോ, നല്ല പൊരിഞ്ഞ് നല്ല നമുക്ക് എന്താ ക്രിസ്പിനെസ് ഉള്ളതാണ് ഇത്. പിള്ളേരൊക്കെ കഴിച്ചിട്ട് നല്ല ഈ ശീലാവ് മീനുണ്ടല്ലോ, നല്ല പോലെ നല്ല ടേസ്റ്റാണ് വറുക്കാൻ. ഞാൻ കറി വെച്ച് ഇതുവരെ എടുത്തിട്ടില്ല. മുള്ള ഒന്നും അങ്ങനെ അധികം ഇല്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്, നല്ല കറി. ഈ നെയ്യ് അധികം ഇല്ലാത്ത അടിപൊളി മീനാണ്. കുറച്ചും കൂടി കറിവേപ്പില തൂവി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട്